വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ മലപ്പുറത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭിന്നത പരമാവധി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ് CPMന്റെ നിലപാട്. CPM ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ഇ ജയനാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. ലീഗിന്റെ സർവാധിപത്യത്തിൽ ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ നിരാശയിലാണ്. UDF രാഷ്ട്രീയം വിട്ടുവരുന്ന വ്യക്തികളുമായും സംഘങ്ങളുമായും പാർട്ടി നയങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സഹകരിക്കാൻ തയ്യാറാണ്. പൊന്മുണ്ടത്ത് മാത്രമല്ല, ജില്ലയിൽ നിരവധി ഇടങ്ങളിൽ UDFൽ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇടതുപക്ഷത്തിന് സഹായകമാകുമെന്നും മികച്ച വിജയം ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേൾക്കാം. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ശ്രീ ഇ ജയനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ? അല്ല, തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല വിജയം ഇടതുപക്ഷത്തിനുണ്ടാവും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിക്കുമെന്നുള്ളതാണ്. കാരണം UDFനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, UDFന് ഒരു മുന്നണി എന്ന രൂപത്തിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. പല പ്രദേശങ്ങളിലും നിങ്ങൾക്ക് തന്നെ വിവരമുള്ള ഒട്ടേറെ പഞ്ചായത്തുകളിൽ കോൺഗ്രസും ലീഗിനകത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ലീഗിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വളരെ കൃത്യതയോടും ചിട്ടയോടും കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം. എല്ലാ സ്ഥലത്തും മുന്നണിയായി തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായി. CPIM 22 സീറ്റിൽ, CPI 4 സീറ്റിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഭജനങ്ങൾ പൂർത്തിയായിട്ട് അത് ഒറ്റക്കെട്ടായി തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ വിജയം നമുക്കുണ്ടാവും. പിന്നെ നമുക്കറിയാമല്ലോ, ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ അഴിമതി ആരോപണങ്ങളുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായി തീവെട്ടിക്കൊള്ളയാണ് ജില്ലാ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. പൊതുപണത്തിൻ്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് കൊള്ളയടിക്കുക എന്ന നിലപാടാണ് ലീഗ് സ്വീകരിച്ചിട്ടുള്ളത്. അത് വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ. ഏതാണ്ട് 10-25 കോടിയോളം വരുന്ന രൂപയുടെ തട്ടിപ്പ് നടന്നു. ആ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പല ആളുകളും ഇന്ന് ജയിലിൽ കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ ഭീകരമായ കൊള്ളക്കെതിരായിട്ടും ജനങ്ങളുടെ വിധിയെഴുത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ വിജയം ഉണ്ടാകും. പൊന്മുണ്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ ലീഗ് കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. അവിടെ കോൺഗ്രസിലൊരു വിഭാഗം ഇടതുപക്ഷമായി കൈകോർക്കുന്നതെന്നാണ് വാർത്തകൾ. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ ജില്ലയിൽ? അല്ല, കോൺഗ്രസിനകത്തുനിന്ന് വ്യക്തികളോ ഗ്രൂപ്പുകളോ വന്നാൽ ഞങ്ങൾക്ക് സ്വീകരിക്കണതിൽ യാതൊരു തടസ്സമില്ല. കേരളത്തിൽ ആകമാനം അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ AV ഗോപിനാഥിനെ പോലുള്ള നേതാക്കന്മാർ വന്നിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നീട് അവർ ഇടതുപക്ഷവുമായി നല്ല സ്വരച്ചേർച്ചയിൽ മുന്നോട്ട് പോയിട്ടുമുണ്ട്. അതേപോലെ പൊന്മുണ്ടത്ത് കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിനെ ഒതുക്കുക എന്നുള്ളൊരു പൊതു നിലപാട് മലപ്പുറം ജില്ലയിൽ ലീഗ് സ്വീകരിക്കാറുണ്ട്. ഞാൻ മറ്റൊരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് എടുത്താൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. അവിടെ KSUവിനൊരു ജനറൽ സെക്രട്ടറി പദം അല്ലെങ്കിൽ ചെയർമാൻ സീറ്റ് ഇങ്ങനെ വീതം വെച്ച് പോയതാണ്. ഇപ്രാവശ്യം അപ്രസക്തമായ KSU. അത് അവരെ ഒതുക്കുക എന്നുള്ളതാണ്. KSUവിനെ, കോൺഗ്രസിനെ പൊതുവിൽ ഒതുക്കി തീർക്കുക എന്ന നിലപാടാണ്. അതിൽ പ്രതിഷേധിച്ചുള്ള വിവിധ ഗ്രൂപ്പുകളുണ്ട്. അത് പൊന്മുണ്ടത്ത് മാത്രമല്ല, പല സ്ഥലത്തും വിവിധ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ പിന്നെ വ്യക്തികളായോ ഗ്രൂപ്പുകളായോ നമ്മളായിട്ട് ബന്ധം പുലർത്തുന്നതിൽ യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷേ കോൺഗ്രസ് എന്ന നിലയിലോ ജമാഅത്ത് ഇസ്ലാമി എന്ന നിലയിലോ SDP എന്ന നിലയിലോ യാതൊരു മത തീവ്രവാദ സംഘടനകളുമായി, RSSുമായോ BJPയുമായോ അത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുമായി ഒരു തരത്തിലുള്ള ബന്ധവും CPIMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവില്ല. നമുക്കറിയാം, ഏറ്റവും മികച്ച വിജയത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള നവകേരള പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും അതുണ്ടാക്കിയിട്ടുള്ള ചലനമുണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട്. കാരണം അത്രയും വലിയ പ്രഖ്യാപനങ്ങളാണ് ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല. ഇത്രയും അധികം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ടായ ഒരു ചരിത്രം ഉണ്ടാവില്ല. പാവപ്പെട്ടവർ മാത്രമല്ല, ജീവനക്കാർ, മറ്റെല്ലാ വിഭാഗങ്ങളെയും പിന്നെ സ്പർശിച്ചുകൊണ്ടുള്ള നവകേരള പ്രഖ്യാപനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറും. അത് വലിയ അളവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലകരമായി തീരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക? അങ്ങനെയല്ല, പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. എന്നാൽ സ്വതന്ത്രയെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രമല്ല, അതല്ലാത്ത കുറേ വ്യക്തികളുണ്ട്, സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും അവിടെയൊക്കെ സമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തികളെയും ആളുകളെയും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം. അപ്പോൾ അത്തരം ആളുകളൊക്കെ ചില സ്ഥലത്ത് സ്വതന്ത്രന്മാരായി വന്നേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും സ്വതന്ത്രന്മാരാണെന്നുള്ള അർത്ഥത്തിലല്ല. രാഷ്ട്രീയ ചരിത്രം ലീഗോ കോൺഗ്രസോ ഉള്ളത് പ്രശ്നമല്ല. അങ്ങനെയല്ലല്ലോ. രാഷ്ട്രീയം ലീഗോ കോൺഗ്രസ് ആണെങ്കിൽ അത് വിട്ടുവരികയല്ലേ.
അത് വിട്ടുവരുന്ന ആരെയും നമ്മൾ സ്വീകരിക്കുമല്ലോ. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ പാർട്ടിയുടെ വിപുലീകരണം നടക്കുക. അതിൽ യാതൊരു പ്രശ്നവുമില്ല. 2015 ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളിലൊക്കെ നേട്ടം ഉണ്ടാക്കിയത്. അന്നാണ് ജനകീയ മുന്നണികളും വികസന മുന്നണികളും ലീഗും കോൺഗ്രസ് അധിക്ഷേപിക്കുന്ന പോലെ സാമ്പാർ മുന്നണികളൊക്കെ ഏറ്റവും അധികം വന്നത്. അതേ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നണിയെ നിലവിൽ വരുള്ളൂ. അതല്ലാത്ത ഏതെങ്കിലും ആളുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പാർട്ടി നിലപാടിന് യോജിക്കാത്ത ഒരു മുന്നണിയും മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. അതെല്ലാം നമ്മുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സംവിധാനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും മുന്നണികൾ പല പേരിലുണ്ടാവും. അപ്പോൾ ചില സ്ഥലത്ത് പിന്നെ ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളെ യോജിപ്പിക്കുമെന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നണികളൊക്കെ പല സ്ഥലങ്ങളിലും വരും. പാർട്ടി ചിഹ്നത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും മത്സരിക്കാൻ സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട പല സ്ഥലങ്ങളിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ വരും. അതിലൊന്നും വേറെ പ്രശ്നങ്ങളില്ല. എല്ലാ സ്ഥലത്തും സ്വതന്ത്ര ചിഹ്നങ്ങളാവുക, സ്വതന്ത്ര മുന്നണിയാവുക എന്ന നിലപാടൊന്നും പാർട്ടി പൊതുവിൽ സ്വീകരിക്കും. കാര്യം കൂടി ഇപ്പോൾ വെൽഫെയറും അതേപോലെ തന്നെ PV അൻവർ UDF-നൊപ്പമാകുന്ന തരത്തിലാണ് വരുന്നത്. പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്കുകൾക്ക് UDF തയ്യാറായി കഴിഞ്ഞു. അൻവർ ഇന്ന് പരിപൂർണമായിട്ടും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെങ്ങനെ കാണുന്നു? അല്ല, അൻവറിൻ്റെ വിഷയം ഞങ്ങൾ അങ്ങനെ പരിഗണിക്കപ്പെടുന്നില്ല. അപ്പം നമുക്കറിയാം അൻവറിനുള്ള സ്വാധീനം എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞ ഒരു സ്വാധീനമാണ്. അത് അൻവറും അതേപോലെ തന്നെ നമ്മുടെ വെൽഫെയർ പാർട്ടി അവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ LDF-ൻ്റെ ഒപ്പമല്ലല്ലോ. ഇത്രയും കാലം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. ആ തെരഞ്ഞെടുപ്പിൽ അൻവർ ജയിച്ചു. അതിനുശേഷം അൻവർ എടുത്ത ഓരോ നിലപാടും ആ നിലപാട് UDF-നൊപ്പമാണ്, ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ്. അവർ ഒരുമിച്ച് ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു അനുഭവമുണ്ട്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവമുണ്ട്. അതും കൂടി പശ്ചാത്തലമാക്കി അതിനു കൈകാര്യം ചെയ്യാനുള്ള പ്രതിരോധം തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ നല്ല പോലെ കൈകാര്യം ചെയ്തു പോകുന്നതിനുള്ള രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. അതൊക്കെ മറികടന്നു പോകും. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും കേരളം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ്. അത് ജനങ്ങൾക്ക്, അത് മലപ്പുറം ജില്ലയിൽ ഈ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ മാത്രം എടുത്താൽ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് തന്നെയാവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക. അതിൽ വലിയ അംഗീകാരം ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDF-ലെ അതൃപ്തർ LDF-ന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? പിന്നെന്താ സംശയം? UDF-നകത്ത് അതൃപ്തിൻ്റെ കൂടാരമായിട്ട് UDF മാറിയിട്ടുണ്ടല്ലോ. അത് പല സന്ദർഭങ്ങളിലും വെളിപ്പെട്ടതല്ലേ. പല രീതികളിലും നമുക്ക് പല പ്രശ്നങ്ങളിലും നമുക്കത് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ UDF-നകത്തു നിന്ന് അഭിപ്രായ വ്യത്യാസവുമായി വരുന്ന ആളുകളുണ്ടാവും. പല രീതിയിലും വ്യത്യസ്തമായ അവരുടെ നിലപാടുകളോട് യോജിക്കാത്തവരുണ്ടാകും. ആ യോജിക്കാത്തവരോടുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളോ ഗ്രൂപ്പുകളോ ആയിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഏറ്റവും മികച്ച വിജയം തന്നെ തീർച്ചയായിട്ടും. ചരിത്രത്തിൽ ഏറ്റവും ഇപ്പോൾ 2015 മലപ്പുറം ജില്ലയിൽ LDF-ന് 37 പഞ്ചായത്തുകൾ നേടി ഏറ്റവും മികച്ച വിജയം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അപ്രാവശ്യം അത് കവർ ചെയ്ത് 40ൻ്റെ മുകളിലേക്ക് പഞ്ചായത്തുകൾ, ഏതാണ്ട് 10-60% പഞ്ചായത്തുകൾ വിജയിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറും എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലും ഞങ്ങൾ എന്നുള്ള നില മെച്ചപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDF-ലെ അതൃപ്തി മുതലെടുത്ത് മുന്നോട്ട് പോകാനാകും, മികച്ച വിജയം നേടാനാകുന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.